നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറയുകയാണ്. മന്നത്തു പത്മനാഭൻ നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര്? മന്നത്തു പത്മനാഭൻ. മന്നത്തു പത്മനാഭന് നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയുണ്ടായി. മന്നത്തു പത്മനാഭനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്തു പത്മനാഭനാണ്. ഭാരത കേസരി എന്നറിയപ്പെടുന്നു മന്നത്തു പത്മനാഭൻ. മന്നത്തു പത്മനാഭനെ ഭാരത കേസരി എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് മന്നത്തു പത്മനാഭനെ എങ്ങനെ വിശേഷിപ്പിച്ചത്? ഭാരത കേസരി എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്തു പത്മനാഭനാണ്. കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്തു പത്മനാഭനാണ്. കേരള മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്തു പത്മനാഭനെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ്. സർദാർ കെ എം പണിക്കർ. അതുപോലെ തന്നെ മന്നത്തു പത്മനാഭനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 1914 ഒക്ടോബർ 31 NSS സ്ഥാപിച്ചു. NSS എന്ന് പറയുമ്പോൾ നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചു. 1914 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റി ആര് സ്ഥാപിക്കുകയുണ്ടായി? മന്നത്തു പത്മനാഭൻ സ്ഥാപിക്കുകയുണ്ടായി. മന്നത്തു പത്മനാഭൻ NSS സ്ഥാപിച്ചത് എന്തിൻ്റെ മാതൃകയിലാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് മന്നത്തു പത്മനാഭൻ NSS സ്ഥാപിച്ചത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്, NSSന്റെ ആദ്യകാല ജനറൽ സെക്രട്ടറി ആരായിരുന്നു? മന്നത്തു പത്മനാഭൻ. NSSന്റെ ആദ്യകാല ജനറൽ സെക്രട്ടറി ആയിട്ട് മന്നത്തു പത്മനാഭൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്, പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രശ്നമാണ്. പഞ്ചകല്യാണി നിരൂപണം രചിച്ചത് ആരാണ്? മന്നത്തു പത്മനാഭൻ. പഞ്ചകല്യാണി നിരൂപണം രചിച്ചു. ആൻസർ മന്നത്തു പത്മനാഭൻ. മന്നത്തു പത്മനാഭന്റെ ആത്മകഥ ഏതാണ്? എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്തു പത്മനാഭന്റെ ആത്മകഥ ഏതാണ്? എൻ്റെ ജീവിത സ്മരണകൾ. ഓർത്ത് ചൂടുക, വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുപോലെ 1924-25 കാലഘട്ടത്തിൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാക്കന്മാരിൽ പെട്ട ഒരാളായിരുന്നു ആര്? മന്നത്തു പത്മനാഭൻ. പക്ഷേ വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാക്കന്മാരിൽ പ്രമുഖൻ ആരല്ല? വൈക്കം സത്യാഗ്രഹത്തിലെ നേതാക്കളിൽ പ്രധാനി എന്ന് പറയുമ്പോൾ TK മാധവനാണ്. എങ്കിലും ഇദ്ദേഹം ആരായിരുന്നു? നേതാവായിരുന്നു. അതായത് വൈക്കം സത്യാഗ്രഹത്തിലെ നേതാക്കന്മാരിൽ പെട്ട ഒരു വ്യക്തിയായിരുന്നു ആര്? മന്നത്തു പത്മനാഭൻ. അതുപോലെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണജാഥ നയിച്ചതാരായിരുന്നു? മന്നത്തു പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണജാഥ നയിച്ചു. ആൻസർ മന്നത്തു പത്മനാഭൻ. ജീവശിഖ യാത്ര നയിച്ചത് ആരായിരുന്നു? മന്നത്തു പത്മനാഭൻ. ജീവശിഖ യാത്ര നയിച്ചത് മന്നത്തു പത്മനാഭനായിരുന്നു. അതുപോലെ തന്നെ 1947 പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടത്തിയത് ആര്? ആൻസർ മന്നത്തു പത്മനാഭൻ. 1947 പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം ആര് നടത്തുകയുണ്ടായി? മന്നത്തു പത്മനാഭൻ നടത്തുകയുണ്ടായി. അതുപോലെ പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. മന്നത്തു പത്മനാഭനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. 1959 നടന്ന വിമോചന സമരത്തിന്റെ നേതാവായിരുന്നു? ആൻസർ മന്നത്തു പത്മനാഭൻ. 1959 നടന്ന വിമോചന സമരത്തിന്റെ നേതാവുമാരായിരുന്നു? മന്നത്തു പത്മനാഭനായിരുന്നു. അതുപോലെ തന്നെ NSSന്റെ ആസ്ഥാനം എവിടെയാണ്? പെരുന്ന. അതെവിടെയാണ്? ചങ്ങനാശ്ശേരി. അത് ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയാണ്. അതുപോലെ തന്നെ മന്നത്തു പത്മനാഭനെ കുറിച്ച് അതുപോലെ NSSന്റെ പ്രസിദ്ധീകരണം ഏതാണ്? സർവീസ് എന്നത് NSSന്റെ പ്രസിദ്ധീകരണമാണ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറയുകയുണ്ടായിരുന്നു. 1-2 ക്വസ്റ്റ്യൻസ് പറയാൻ ഞാൻ മറന്നുപോയതാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്?
ഏതൊക്കെയാണ്? വെടിവെട്ടം, രജനീരംഗം, കർമ്മവിഭാഗം, കാലത്തിൻ്റെ സാക്ഷി തുടങ്ങിയവ ആരുടെ കൃതികളാണ്? വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രധാന ക്വസ്റ്റ്യാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ അയ്യങ്കാളിയെ കുറിച്ച് പറയുന്നുണ്ട്. അയ്യങ്കാളി പറഞ്ഞിട്ടുണ്ട്, എന്ത് പറഞ്ഞേ? ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ കേരള സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? അയ്യങ്കാളിയായിരുന്നു. ആരായിരുന്നു? അയ്യങ്കാളിയായിരുന്നു.